അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇതാണ് കേട്ടോ. നല്ല ഏലക്കായിട്ട ചായയും പപ്പടവടയും. നല്ല നൊസ്റ്റാൾജിക് ഐറ്റമാണ്. നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പച്ചരിയാണ് കേട്ടോ. 2 മണിക്കൂർ കുതിർത്തതാണ്. ഒരു രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ടാവും. പപ്പടം എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് പച്ചരി കുതിർക്കാൻ വയ്ക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. വെള്ളം കുറച്ച് അരച്ചെടുക്കണം. കൂടിപ്പോയാൽ പപ്പടം മുങ്ങിപ്പോവില്ല. നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഉപ്പ് കുറച്ചിട്ടാൽ മതി. പപ്പടത്തിൽ ഉപ്പുണ്ടായതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതിയാവും. വേണമെങ്കിൽ നമുക്കിത് അരയ്ക്കുമ്പോൾ തന്നെ കൂട്ടാം കേട്ടോ ഉപ്പ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കളറിനൊക്കെ വേണ്ടിയിട്ടാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ. 1 ടീസ്പൂൺ ഇട്ടോളൂ. കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, മറന്നുപോയി. കുറച്ച് ചെറിയ ജീരകം. ഇത് ചെറിയ ജീരകം ഉപ്പ് നമുക്ക് അരയ്ക്കുമ്പോൾ തന്നെ ഇടാം. എന്നിട്ട് പിന്നെ കുറച്ചിട്ടാൽ മതിയാവും. നമ്മൾ മാവിലേക്ക് ഇങ്ങനെ ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പൊടികളുടെ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇനി ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് പപ്പടത്തിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. പപ്പടം വല്ലാണ്ട് പൊങ്ങിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പപ്പടക്കോല് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് പപ്പടത്തിനെ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് കണ്ടില്ലേ, മാവിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. പപ്പടത്തിൽ അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് നമ്മുടെ എള്ളും ജീരകമൊക്കെ. ഇനി നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കുക. പപ്പടം വറുത്തെടുക്കുന്ന അതുപോലെയല്ല, കുറച്ചും കൂടി ടൈം എടുത്തിട്ട് വേണം ചെയ്യാൻ. കാരണം ഇതിൽ മാവുള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് വെന്ത് വരണം, അല്ലെങ്കിൽ അത് സ്റ്റിക്കി ആയി പോവും. അപ്പോൾ ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ നന്നായിട്ട് മൊരിഞ്ഞ് വരുള്ളൂ. അത് ഞാനെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കറുമുറാന്നിരിക്കുന്ന പപ്പടവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്യുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. കമൻ്റായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.